അല്ല ശരി, എവിടുന്നാ വരുന്നേ? ഞാനടാ പാലിയേറ്റീവിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാലിയേറ്റീവിന് മീറ്റിംഗ് ഒക്കെ ഉണ്ട്? ആ മീറ്റിംഗ് ഉണ്ടായാലുണ്ടല്ലോ. എനിക്കും നല്ല താല്പര്യം ഉണ്ടായിനടാ, പക്ഷെ സമയവും പൈസയാണ് പ്രശ്നം. അതിന് പ്രത്യേകിച്ച് സമയവും പൈസയൊന്നും വേണ്ടടാ. നമ്മളെ കയ്യിൽ ഒരു 5 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആ 5 ഉറുപ്പ്യ മതി. ഒരാൾക്ക് വേദനക്കുള്ള മരുന്നോ അയാൾക്കൊരു സാന്ത്വനം നൽകാനോ ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക, ഇറങ്ങുക, അതാ പ്രധാനം. അതല്ല, ഈ പാലിയേറ്റീവ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാട്ടോ. എടാ, പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ പലതരം രോഗങ്ങളായിട്ട് കിടപ്പിലായി കിടക്കുന്ന രോഗികളുണ്ടാവും. ഓൽക്കൊരു സാന്ത്വനം അല്ലെങ്കിൽ ഓൽക്കൊരു സഹായം അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടി ഇറങ്ങുക. ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മളെ ഓഫീസിൽ പോയി നോക്കുക. ഞങ്ങൾ ഈ പാലിയേറ്റീവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും? പാലിയേറ്റീവിന്റെ പ്രവർത്തനം വളരെ ലളിതമാണ്. നമ്മുടെ നാട്ടിലെ കിടപ്പിലായിട്ടുള്ള രോഗികളെ പോയി സന്ദർശിക്കുക, അവർക്ക് വേണ്ട ചികിത്സ നൽകുക. പാലിയേറ്റീവിന്റെ ഒരു യൂണിറ്റ് രോഗിയെ സന്ദർശിക്കുമ്പോൾ അതിനകത്ത് ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, ഒരു വളണ്ടിയർ ഉണ്ടാവും. അവര് ചികിത്സ മാത്രമല്ല അവിടെ പ്രദാനം ചെയ്യുന്നത്, അവരതോടൊപ്പം അവർക്കൊരു ആശ്വാസം കൂടി പകർന്നുകൊണ്ടാണ് ഓരോ തവണ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ആ രോഗികളിൽ നിന്ന് അവർ തിരികെ പോരുമ്പോൾ നൽകുക. നമ്മൾ നൽകുന്ന ചികിത്സ നമ്മുടെയോ ആരുടെയോ ഔദാര്യമല്ല, അത് ആ രോഗികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കടമയാണ്. അതാണ് നമ്മൾ ഇതിലൂടെ നിറവേറ്റുന്നത്. നമ്മൾ ഓരോരുത്തരും ഇത് നമ്മുടെ കടമയായി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. നല്ലൊരു പാലിയേറ്റീവ് പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തിപ്പോരാൻ നമുക്കാവട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്.